Good morning, everyone. Hoping all are fine. I welcome you today Max video class. Today we are going to study tick tick tick. Tick tick tick. What is tick tick? You know very well it is the sound of the watch. Here two children are discussing about the time showing the clock. Time showing the clock. According to you, who is correct? Who is correct? Let us learn in this chapter. Tick tick is the sound of the watch. Here, two children are discussing about the time showing in the clock. According to who is correct? If you want to know how to watch time, do you want how to watch time? You must know about the face of the clock. Face of the clock. നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കണമെങ്കിൽ ടൈം അറിയണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ക്ലോക്ക് എന്താണെന്ന് അറിയണ്ടായോ? അതിനെ യു മസ്റ്റ് നോ അബൌട്ട് ദ ഫേസ് ഓഫ് ദ ക്ലോക്ക്. ഫേസ് ഓഫ് ദ ക്ലോക്ക്. ലിസൺ, ഫേസ് ഓഫ് ദ ക്ലോക്ക്. ദിസ് ഈസ് എ ക്ലോക്ക്. A clock has three hands. Three hands. 1, 2, 3. A clock has three hands. 1, 2, 3. Namely, our hour's hand, minute hand, second hand. Hour's hand, minute hand, and second hand. How to tell the time? How to tell the time? അന്നേരം നമുക്ക് ഈ ക്ലോക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എന്തുകൊണ്ട്? അതിനകത്തൊരു ചെറിയ സൂചിയുണ്ട്, സ്മാൾ ഹാൻഡുണ്ട്. ഇതിനെയാണ് ആർസ് ഹാൻഡ് എന്ന് പറയുന്നത്. ഇതിനെ എന്ത് പറയാം? ആർസ് ഹാൻഡ് എന്ന് പറയും. ആർസ് ഹാൻഡ്. ഈ സൂചിക്ക് എന്തോ പറയുന്നതെന്നോ? മിനിറ്റ് ഹാൻഡ്. മിനിറ്റ് ഹാൻഡ്. ഇത് മിനിറ്റ് ഹാൻഡ്. ഇത് വേഗം പോകുന്നത്. അതുകൊണ്ടിങ്ങനെ ഇങ്ങനെ നമ്മൾ വേഗം അങ്ങ് പോകും അല്ലേ? അതിന് സെക്കൻഡ് ഹാൻഡ്. സെക്കൻഡ് ഹാൻഡ്. അന്നേരം എ ക്ലോക്ക് ഹാസ് 3 hands. Hour's hand, minute hand, and second hand. How to tell? There are 12 numbers. There are 12 numbers means 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. There are 12 numbers and 3 hands. 1, 2, 3 on the face of the clock. എന്നിട്ട് ഈ ക്ലോക്കിന് എന്തുണ്ട്? 12 നമ്പേഴ്സും ഉണ്ട്, 3 ഹാൻഡ്സും ഉണ്ട്. എന്നിട്ട് there are 12 numbers and 3 hands on the face of the clock. The hour hand is shorter than the minute hand. മിനിറ്റ് ഹാൻഡിനേക്കാൾ ചെറുതാണ് ഏതാ? ആസ് ഹാൻഡ്. The hour's hand is shorter than the minute hand. A very thin, long hand moving fast is called a second hand. The hour's hand is shorter than the minute hand. A very thin, long hand moving fast is called a second hand. It completes one round. One round എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെ നിൽക്കുക, അതിങ്ങനെ ഒരു റൗണ്ട് ഇങ്ങനെ കറങ്ങും.
ഇറ്റ് കംപ്ലീറ്റ്സ് 1 റൗണ്ട് ഇൻ 1 മിനിറ്റ്. അന്നേരം ഇങ്ങനെ ഒരു പ്രാവശ്യം ഇങ്ങനെ കറങ്ങി വരുന്നതിനെയാണ് എന്ത് പറയുന്നത്? 1 മിനിറ്റ് എന്ന് പറയുന്നത്. 1 മിനിറ്റ് ടു 60 സെക്കൻഡ്. എങ്ങനെയാണ് 60 സെക്കൻഡ് വന്നതെന്ന് എങ്ങനെയാണെന്നോ പറയുന്നത്? ഇതേണ്ട ഇവിടെ എത്ര കുത്തുണ്ട്? അതേണ്ട 1 2 3 4 5. അന്നേരം ഇതിൻ്റെ ഇടയ്ക്ക് 5 ഉണ്ട്. ഇവിടെ 5 ഉണ്ട്. 5 അന്നേരം 5 10 15 20 25 30 35 40 45 50 55 60. അന്നേരം ഇവിടെ എത്ര കുത്തുണ്ട്? ഏകദേശം എത്ര കുത്തുകളുണ്ട്? 60 കുത്തുകളുണ്ട്. 60 കുത്ത്. ഈ സെക്കൻഡ് സൂചി ഒരു പ്രാവശ്യം ഇങ്ങനെ കറങ്ങുമ്പോൾ 1 മിനിറ്റേ ആകത്തുള്ളൂ. ഇതൊക്കെ 1 മിനിറ്റ്. അതാണ്ട് ഇവിടെ നിന്ന് ഇവിടം വരെ എത്ര മിനിറ്റാണ്? 1. അതാണ്ട് ഇങ്ങനെ ഓരോ കുത്തിൻ്റെ ഇടയ്ക്ക് എത്ര മിനിറ്റാണ്? 1 മിനിറ്റാണ്. അങ്ങനെ എത്ര കുത്തുകളുണ്ട്? ഡോട്ടുണ്ട് 60 ഉണ്ട്. അന്നേരം അന്നേരം ഈ ചെറിയ സൂചി എന്തുമാത്രം കറങ്ങുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച്. ഈ വരുമ്പോൾ 1 മിനിറ്റായി. പിന്നെ ഈ സൂചി ഇങ്ങനെ കറങ്ങി ഒരു പ്രാവശ്യം കറങ്ങുമ്പോൾ ഈ സൂചി എന്താകും? മിനിറ്റ് ഹാൻഡ് എന്തെടുക്കും? ഇവിടെ വരും. പിന്നെയും ഈ സെക്കൻഡ് ഹാൻഡ് 1 ടേൺ ചെയ്യുമ്പോൾ ഈ അവർ ഹാൻഡ് എവിടെ വരും? ഇവിടെ വരും. കേട്ടോ? അന്നേരം ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. There are 12 numbers and 3 hands on the face of the clock. The hour hand is shorter than the minute hand. A very thin, long hand moving fast is called second hand. It completes 1 round. In 1 minute to 60 seconds. At what time does the sun rise at our place? What time does the sun rise at our place? സൂര്യൻ എപ്പോഴാണ് ഉദിക്കുന്നത്? 6 o'clock. ചിലപ്പോൾ എന്താകും? 5:45 സൂര്യൻ സൺറൈസ് ചെയ്യും. ആൻഡ് വെൻ ഡസ് ദ സൺസെറ്റ്? സൺസെറ്റ് ചിലപ്പം 6 o'clock കാണും, 6:30 കാണും, 7 o'clock നമുക്ക് പിന്നെ സൺസെറ്റ് നമുക്ക് കാണാം. ഡസ് ദ സൺറൈസ് ആൻഡ് സെറ്റ് അറ്റ് ദ സെയിം ടൈം എവരി ഡേ? നമുക്കറിയാനൊക്കെ സൺറൈസും സൺസെറ്റും ഒക്കെ ഒരേ സമയമാണ്. എല്ലാ ദിവസവും ഒക്കെ ഒരേ സമയമാണ്. ചിലപ്പോൾ നേരത്തെ ആകാം, ചിലപ്പോൾ താമസിച്ചാകാം. അന്നേരം ക്ലോക്കാണ്. അന്നേരം നിങ്ങൾ ഈ ക്ലോക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പിന്നെ ഈ ആസാൻഡില്ലേ, ആസാൻഡാണ് നമ്മളെപ്പോഴും നോക്കേണ്ടത്. ഇപ്പം 5 o'clock വരണമെങ്കിൽ നമ്മുടെ ഈ സെക്കൻഡ് ഹാൻഡ് നമ്മൾ അത്ര പ്രാധാന്യമില്ല. ചില ക്ലോക്കിനകത്തൊന്നും എന്തോ ഇല്ല, ഈ സെക്കൻഡ് ഹാൻഡ് ഇല്ല. അന്നേരം സെക്കൻഡ് ഹാൻഡ് ഇല്ലെങ്കിലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. അത് സെക്കൻഡ് ഹാൻഡ് ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്നതാണ്. ഇപ്പം നമുക്ക് 5 o'clock കാണിക്കണമെങ്കിൽ നിങ്ങൾ 5 അല്ലേ വന്നേ, 5 o'clock വന്നാൽ ഈ ആസാൻഡ് 5 വരണം. ഇതാണ് നമ്മൾ നോക്കുന്നത്. ഇനിയും ഇത് മിനിറ്റ് ഹാൻഡ് അല്ലേ? മിനിറ്റ് ഹാൻഡ് എവിടെ വരണം? 12 വരണം. ഇതിനെ നമുക്ക് എന്തുവെന്ന് പറയുന്നത്? 5 o'clock. ഇതിനെ എന്ത് പറയാം? 5 o'clock. ഇനി നിങ്ങൾക്ക് 8 o'clock കാണിക്കണമെങ്കിൽ എന്ത് കൊടുക്കണം? അവർ ഹാൻഡ് എവിടെ വരണം? അവർ ഹാൻഡ് എവിടെ വരും? 80 വരും ഇല്ലേ? അവർ ഹാൻഡ് ഇതിങ്ങനെ കറങ്ങിയെങ്കിലേ എന്തോ വരത്തുള്ളൂ, 8ൻ്റെ അവിടെ ഇങ്ങനെ വരത്തും. ഇപ്പം 6 7 o'clock. 7 o'clock വരണമെങ്കിൽ നിങ്ങളെപ്പോഴും ഏതാണ് നോക്കേണ്ടത്? ആസാൻഡാണ് നോക്കേണ്ടത്. മിനിറ്റ് ഹാൻഡ് എവിടെ വരണം? 12 വരണം. എന്നിട്ട് 7 o'clock. 7 o'clock. ഇപ്പം നമുക്ക് 8 o'clock കാണിക്കണമെങ്കിൽ എന്ത് കൊടുക്കണം? ഈ മിനിറ്റ് ഹാൻഡ് ഇങ്ങനെ കറങ്ങുമ്പോഴേ 8 വരത്തുള്ളൂ. കണ്ടോ? 60 ഡോട്ടിൽ പിന്നിട്ടെങ്കിലേ ഏതി വരത്തുള്ളൂ, 8 o'clock വരത്തുള്ളൂ. എന്നാൽ 8 o'clock എങ്ങനെയാണ്? ആസാൻഡ് ഷോർട്ടർ ഹാൻഡ് ഇൻ 8 ആൻഡ് മിനിറ്റ് ഹാൻഡ് ഇൻ 12
വന്നാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് 8 കിട്ടും. ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ല. ഞാനിപ്പം അതിനെപ്പറ്റി മാത്രമേ ഇപ്പം പറയുന്നുള്ളൂ. 8 7 ഇപ്പം 9 ആണെങ്കിൽ എന്തെടുക്കണം? ഈ സൂചി പിന്നെയും പോകും. സൂചി ഇങ്ങനെ ഒരു പ്രാവശ്യം കറങ്ങുമ്പോഴാണ് ഇവിടെ വരുന്നത് 9 അന്നേരം ഷോർട്ടർ ഹാൻഡ് ഇൻ 9 ആൻഡ് മിനിറ്റ് ഹാൻഡ് ഇൻ 12. അന്നേരം ഇത്രയും ഈ ഇതിനെപ്പറ്റിയേ ടീച്ചർ ഇന്ന് ക്ലാസ് ഉള്ളൂ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇനിയും ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. അന്നേരം സ്റ്റാർട്ടിങ് ടൈം ഈസ് 9 starting time is 9 Starting time 9 Time taken to food 1 hour. നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ 9 ആയി. നിങ്ങൾ ഫുഡ് കഴിക്കാൻ എത്ര അവർ എടുത്തു? 1 hour എടുത്തു. ടൈം വിൽ ബി 9 അല്ലേ? 1 hour 10 Can you understand? The starting time is 9 Time taken to food 1 hour. The time will be 10 Next, starting time is 8 Time taken to dinner 30 minutes. The time will be 8 ഇല്ലാ തുടങ്ങിയത്. 30 minute time taken to dinner. The time will be 8:30. Next, starting time is 10 Time taken to sleep at 8 hours. 8 hours. The time will be 10 8 hours എടുത്ത് നോക്കിയ 10 കഴിഞ്ഞാൽ 8 എടുക്കണം. 11 12 13 14 അല്ല 8 10 അല്ലേ? 11 12 1 2 3 4 5 6 8 ആയില്ല. അന്നേരം ടൈം വിൽ ബി 6. The starting time is 10 Time taken to sleep at 8 hours. The time will be 6 Can you understand? Use നിങ്ങൾ കേട്ട് കാണും. Use of AM or PM. നിങ്ങളിത് കേട്ടിട്ടില്ലേ? AM PM എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് എങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കാം. One day. A day has 24 hours. A day has 24 hours. First, it is divided into 2 periods. A day is divided into 2 periods. A day has 24 hours. It is divided into 2 periods. First period is AM.
ഫസ്റ്റ് പീരീഡ് ഈസ് AM, സെക്കൻഡ് പീരീഡ് ഈസ് PM. അന്നേരം ഇറ്റ് ഈസ് ഫ്രം, ഈ AM ഈസ് ഫ്രം 12 midnight to 12 noon. എന്നിട്ട് AM എന്ന് പറയുന്നത് നമ്മുടെ രാത്രി 12 മണിയുണ്ടല്ലോ, മിഡ് നൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അർദ്ധരാത്രി. 12 midnight to 12 noon. ഉച്ചയ്ക്ക് 12 മണി വരെയുള്ള സമയമാണ് ഏത് പറയുന്നത്? AM. AMനെ ഇങ്ങനെ സ്മാൾ ലെറ്റർ നമുക്ക് ഉപയോഗിക്കാം. അന്നേരം 12 midnight to 12 noon. രാത്രി 12 മണി തൊട്ട് ഉച്ചയ്ക്ക് 12 മണി വരെയുള്ള ഇടയ്ക്കുള്ള സമയത്തിനെയാണ് എന്ത് പറയുന്നത്? AM എന്ന് പറയുന്നത്. അന്നേരം ഇറ്റ് ഈസ് ഫ്രം 12 midnight to 12 noon. ഇറ്റ് ഈസ് കാൾഡ് ആൻറ്റി-മെറിഡിയൻ. ആൻറ്റി-മെറിഡിയൻ AM. ഇതിനെയാണ് AM എന്ന് പറയുന്നത്. AMൻ്റെ ഫുൾ ഫോമാണ് ആൻറ്റി-മെറിഡിയൻ. ദ ഫസ്റ്റ് പീരീഡ് ഈസ് AM. ഇറ്റ് ഈസ് ഫ്രം 12 midnight to 12 noon. ഇറ്റ് ഈസ് കാൾഡ് ആൻറ്റി-മെറിഡിയൻ or before midday. മിഡ് ഡേ എന്ന് പറഞ്ഞാൽ എന്താ? ഉച്ചയ്ക്ക് മുമ്പുള്ള സമയത്തിനെയാണ് എന്ത് പറയുന്നത്? AM എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് റിട്ടൺ ആസ് AM or ക്യാപിറ്റൽ AM. എക്സാമ്പിൾ, you wake up at 7 dash. You wake up at, നമ്മൾ രാവിലെ അല്ലേ എണീക്കുന്നത്? എന്നാൽ മിഡ് ഡേക്ക് മുമ്പാണ് വന്നത്. ബിഫോർ മിഡ് ഡേ, ഉച്ചയ്ക്ക് മുന്നെയാ 7 എന്ന് പറയുന്നത്. അന്നേരം AM. You wake up at 7 AM. You go to school 9. നിങ്ങളെങ്ങനെ സ്കൂളിൽ രാവിലെയാണോ ഉച്ചയ്ക്കാണോ വൈകിട്ടാണോ പോകുന്നത്? രാവിലെ അല്ലേ പോകുന്നത്. എന്നാൽ ഉച്ചയ്ക്ക് മുന്നേ ആണെങ്കിൽ എന്ത് പറയാം നമുക്ക്? AM എന്ന് പറയാം. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ AM എന്താണെന്ന്. അന്നേരം 12 midnight to 12 noon. ഇപ്പം രാത്രി 12 മണി കഴിഞ്ഞ് ഉള്ളതെല്ലാം എന്താണ്? ഉച്ചയ്ക്ക് മുമ്പുള്ളത് വരെ നമുക്ക് എന്ത് പറയാം? AM എന്ന് പറയാം. എന്നാൽ you wake up at 7 AM. You go to school 9 AM. അന്നേരം AMനെ പറ്റി മനസ്സിലായല്ലോ. ഉച്ചയ്ക്ക് മുമ്പുള്ള സമയത്തിനെയാണ് എന്ത് പറയുന്നത്? AM എന്ന് പറയുന്നത്. AM ഏതിൽ നിന്നാണ് വന്നത്? ആൻറ്റി-മെറിഡിയൻ. ആൻറ്റിയുടെ Aയും മെറിഡിയൻ്റെ Mഉം. അങ്ങനെ AM ഒന്ന്. ഇനി സെക്കൻഡ് പീരീഡ്. A day has 24 hours. It is divided into 2 parts. First part is AM. Second part is PM. Second period, it is from 12 noon to 12 midnight. എപ്പോഴാ? ഉച്ചയ്ക്ക് 12 മണി തൊട്ട് രാത്രി 12. ഇവിടെ രാത്രി 12 മണി കഴിഞ്ഞാണ്. അന്നേരം ഇതിൻ്റെ ഇടയ്ക്കുള്ള സമയമാണ്. ഉച്ചയ്ക്ക് 12 മണിക്കും രാത്രി 12 മണിക്കും ഇടയ്ക്കുള്ള സമയത്തിനെയാണ് എന്ത് പറയുന്നത്? PM എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഫ്രം 12 noon to 12 midnight. ഇറ്റ് ഈസ് കാൾഡ് പോസ്റ്റ്-മെറിഡിയൻ. പോസ്റ്റ്-മെറിഡിയൻ PM. പോസ്റ്റ്-മെറിഡിയൻ ഓർ ബിഫോർ മിഡ് ഡേ എന്നല്ലേ ഇവിടെ പറഞ്ഞത്? അതേപോലെ ആഫ്റ്റർ മിഡ് ഡേ എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം. ബിഫോർ മിഡ് ഡേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉച്ചയ്ക്ക് മുമ്പ്. ഉച്ചയ്ക്ക് മുമ്പേ ഉള്ളതിനെയാണ് AM എന്ന് പറയുന്നത്. ഉച്ചയ്ക്ക് ശേഷമുള്ളതിനെയാണ് എന്ത് പറയുന്നത്? PM എന്ന് പറയുന്നത്.
ഇനി വി ക്യാൻ റൈറ്റ് ഇറ്റ് ഈസ് ഇൻ പി എം. നമ്മൾ പി എം എന്നാണ് പറയുന്നത്. ഒന്നെങ്കിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, സ്മാൾ ലെറ്ററിലും എഴുതാം പി. എക്സാമ്പിൾ, യു ഗോ ഔട്ട് ടു പ്ലേ അറ്റ് 5. നിങ്ങൾ വൈകുന്നേരമല്ലേ കളിക്കാൻ വന്നത്, അത് ഉച്ചകഴി. അന്നേരം നമ്മൾ 5 PM. You have your dinner. You have your dinner at 8. ഡിന്നർ എന്ന് പറയുമ്പോൾ രാത്രിയല്ലേ, രാത്രി എന്താണ്, PM, ഉച്ച കഴിഞ്ഞാണല്ലോ, അന്നേരം PM എന്ന് പറയാം. You go to bed at 10. ബെഡിൽ രാത്രിയിലല്ലേ പോകുന്നത്, അന്നേരം PM. എന്നാൽ PM എന്താണെന്ന് മനസ്സിലായല്ലോ. ഇറ്റ് ഈസ് ഫ്രം 12 noon to 12 midnight. എന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞ് രാത്രി 12 മണിക്ക് മുമ്പേ വരെയുള്ള സമയത്തിനെയാണ് എന്ത് പറയുന്നത്, പോസ്റ്റ് മെറിഡിയൻ അഥവാ PM എന്ന് പറയുന്നത്. ഓർ ആഫ്റ്റർ മിഡ് ഡേ. യു ഗോ ടു പ്ലേ അറ്റ് 5 PM. You have your dinner at 8 PM. You go to bed at 10 PM. അന്നേരം 8 PM means 8 o'clock at night. 8 PM is 8 o'clock at night. You have your dinner at 8 PM. You go to bed at 10 PM. Draw time and draw hands accordingly. Listen. 1 hour. 1 hour is equal to 60 minutes. 1 hour is equal to 60 minutes. 1 minute is equal to 60 seconds. ഇവിടെ നോക്കിയേ, 1 hour. ഈ ഷോർട്ട് ഹാൻഡ് ഉണ്ടല്ലോ, ഷോർട്ട് ഹാൻഡ്, ഈ മിനിറ്റ് ഹാൻഡ് 60 ഡോട്ട് കഴിയുമ്പോഴാണ് എന്തോ കിട്ടുന്നത്, 1 hour കിട്ടുന്നത്. 1 hour is equal to 60 minutes. ഈ കൊച്ചു ഡോട്ട് എത്ര എണ്ണം ഉണ്ട്, നമ്മൾ നോക്കിയതാ, എത്ര ഉണ്ട്, 60 ഉണ്ട്. അങ്ങനെ 60 മിനിറ്റ് വരുന്നതാണ് 1 hour. ഇനി ഞാൻ ഇത് കാണിച്ചല്ലേ, ഇതിങ്ങനെ 60 പ്രാവശ്യം കറങ്ങുമ്പോഴാണ് ഈ മിനിറ്റ് ഹാൻഡ് ഇങ്ങോട്ട് വരുന്നത്. അന്നേരം 1 minute ഈസ് ഈക്വൽ ടു 60 സെക്കൻഡ്. ഇതാ സെക്കൻഡ് ഹാൻഡ്, സെക്കൻഡ് സൂചിയാണ് അല്ലേ. ഇത് 60 പ്രാവശ്യം ഇങ്ങനെ കറങ്ങുമ്പോൾ ഈ സൂചി എവിടെ വരും, ഇങ്ങോട്ട് വരും. അന്നേരം ഇത് ആസ് ആൻഡും മിനിറ്റ് ഹാൻഡ്, സെക്കൻഡ് ഹാൻഡ്. എന്നാൽ 1 hour ഈസ് ഈക്വൽ ടു 60 minutes. 1 minute ഈസ് ഈക്വൽ ടു 60 സെക്കൻഡ്. 1 day ഒരു ദിവസം. 1 day is equal to 24 hours. 1 week is equal to 1 week, ആഴ്ച. 1 week is equal to 7 days. 1 month is equal to 1 month is equal to 30 days. 1 year is equal to 365 days. 1 year is equal to, നമുക്ക് ഇവിടെ ഡേയ്സ് ആണ്. ഇനി 1 year is equal to നമുക്ക് എന്ത് പറയാം, 12 months എന്ന് പറയാം. എന്നിട്ട് ഇത് നിങ്ങൾ നല്ലോണം അങ്ങ് പഠിക്കണം. 1 hour is equal to 60 minutes. 1 minute is equal to 60 seconds. 1 day is equal to 24 hours. 1 week is equal to 7 days. 1 month is equal to 30 days. 1 year is equal to 365 days. 1 year is equal to 12 months. Listen. 1 hour ആദ്യത്തെ ഒന്നെടുത്തു. 1 hour is equal to 60 minutes. എന്നാൽ 2 hour is equal to 2 into 60 minutes. is equal to 120 minutes. 5 hour is equal to 5 into 60 is equal to 360 minute ആണ് 1 hour. അന്നേരം നമ്മൾ 5 hour എന്ന് പറയുമ്പോൾ ഈ 60 മിനിറ്റിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 10 hour എന്ന് പറയുമ്പോൾ എന്ത് കൊടുക്കണം, ഈ 60 മിനിറ്റിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്. 10 into 60 is equal to 600 minutes. 20 hour means 20 into 60 minutes is equal to 1200 minutes. 100 hour, 100 into 60 minutes, 6000 minutes. 3 hour is equal to 3 into
60 minutes is equal to 180 minutes. Now 1 hour is equal to 60 minutes. Second table, 1 minute is equal to 60 second. 1 minute. Minute means this. Minute is equal to 60 second. This 60 പോയെങ്കിൽ 1 minute ഇങ്ങോട്ട് മാറത്തുള്ളൂ. അന്നേരം 1 minute is equal to 60 second. Listen, 2 minute. 2 minute is equal to 2 into 60. Is equal to 120 second. 5 minute is equal to 5 into 60 second. Is equal to 300 second. 10 minute is equal to 10 into 60 second. 10 into 60, 600 second. 50 minutes is equal to 50 into 60 second. Is equal to 3000 second. 7 minutes is equal to 7 into 60 second. Is equal to 420 second. Third, 1 day is equal to 24 hours. 24 hours. 1 day. 1 day എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറാണ് ഒരു ദിവസം. എന്നാൽ 2 day. 2 days is equal to 2 into 24. 2 into 24 is equal to 48 hours. 5 days. 5 into 24 hours is equal to 120 hours. 25 into 24 is equal to 120. 3 days is equal to 3 into 24. 3 into 24 is equal to 72 hours. 10 days. 10 into 24 hours is equal to 240 hours. 30 days is equal to 30 into 24 hours. Is equal to 30 into 24 is equal to 720 hours. Now 1 day is equal to 24 hours. Next 1 week is equal to 7 days. ഒരാഴ്ച എന്ന് പറഞ്ഞാൽ 7 ദിവസമാണ്. 2 weeks. 2 weeks is equal to 2 into 7 days. 2 into 7, 40 days. 10 weeks. 5 weeks is equal to 5 into 7. Is equal to 35 days. 10 weeks is equal to 10 into 7. 10 into 7, 70 days. 20 weeks. 20 into 7. 20 into 7 is equal to 140 days. 100 weeks. 100 into 7 days is equal to 700 days. Next table, 1 month is equal to 30 days. ഒരു മാസം എന്ന് പറഞ്ഞാൽ 30 ദിവസമായിട്ടാണ് കണക്കാക്കുക. 2 months is equal to 2 into 30. 30 days is equal to 60 days. 5 months. 5 into months എന്ന് പറഞ്ഞാൽ 30 days. 5 into 30 is equal to 150 days. 10 months. 10 into 30 days is equal to 300 days. 7 months is equal to 7 into 30 days is equal to 210 days. 20 months is equal to 20 into 30 is equal to 600 days. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഒരു മാസം എന്ന് പറയുന്നത് 30 ദിവസമാണ്. അന്നേരം 2 മാസം എന്ന് പറയുമ്പോൾ 2നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി 1 year is equal to 365 days. ഒരു വർഷം എന്ന് പറഞ്ഞാൽ 365 ദിവസമാണ്. എന്നാൽ 2 year is equal to 2 into 365. 2 into 365 into 2. 2 5s are 10. 1, 2 6 are 12. 12 plus 1, 13. 3. 1 balance. 2 3s are 6. 6 plus 1, 7. 730 days. 5 years. 5 into 365. 5 into 365 into 5 is equal to 1825. 1825 days. 10 years. 10 into 365. 10 into 365 നമുക്ക് എളുപ്പമാണ്. 365ൻ്റെ കൂടെ എന്ത് ഇട്ടാൽ മതി? ഒരു 0 ഇട്ടാൽ മതി. 3650 days. Now 1 year is equal to 365 days. Next table, 1 year is equal to 12 months. 1 year 365 days ആണ്. ഇവിടെ days ആണ്. അതേപോലെ 1 year is equal to 12 months ആണ്. മാസമാണ്. 2 year is equal to 2 into 12 months is equal to 2 into 12, 24 months. ഇവിടെ മാസത്തിൻ്റെ കാര്യം, ഇവിടെ എന്താ പറയുന്നത്? ഡേയ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. 5 years, 5 into 12 months is equal to 60 months. 7 years, 7 into 12 months. 7 into 12, 12 sevens are 84 months. 10 years, 10 into 12. 10 into 12 is equal to 120 months. 20 years.
20 into 12 months, 12 into 20, 24. ഒരു 0 ഇട്ട് കൊടുത്താൽ മതി, മന്ത്സ്. അന്നേരം നമ്മൾ ഇതങ്ങ് നല്ലോണം നിങ്ങൾ പഠിച്ചിരിക്കണം. ഏതാണ് 1 hour is equal to 60 minutes, 1 minute is equal to 60 seconds, 1 day is equal to 24 hours, 1 week is equal to 7 days, 1 month is equal to 30 days, 1 year is equal to 365 days, 1 year is equal to 12 months. ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ള ഹോംവർക്കാണ് ഇവിടെ തന്നിരിക്കുന്നത്. നിങ്ങൾ ഇതുപോലെ ക്ലോക്ക് വരയ്ക്കുക. ക്ലോക്ക് വരച്ചിട്ട് 7 o'clock, ഡ്രോ ഹാൻഡ്സ് ഓഫ് ദ ക്ലോക്ക് ആൻഡ് ഷോ ദ ടൈം. 7 o'clock. 7 o'clock എന്ന് പറയുമ്പോൾ എന്തെടുക്കണം? ആസ് ആൻഡ് എന്തെടുക്കണം? 7, മിനിറ്റ് ഹാൻഡ് 12. നിങ്ങളെ ഞാൻ ക്ലോക്ക് കാണിച്ചില്ലേ? 7 o'clock എങ്ങനെ കാണിക്കാം? 7 o'clock 7 o'clock 7 o'clock ആണ് 7 o'clock. എന്നാൽ അവേഴ്സ് ആൻഡ് ഈ 7 ആൻഡ് മിനിറ്റ് ഹാൻഡ് ഇൻ 12. ഈ സെക്കൻഡ് ഹാൻഡ് നമുക്ക് വരയ്ക്കേണ്ട കാര്യമില്ല. ഈ 2 ഹാൻഡ് നമ്മൾ കാണിച്ചാൽ മതി. അന്നേരം ഈ ക്ലോക്ക് വരയ്ക്കുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ക്ലോക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു സർക്കിൾ വരച്ചിട്ട് നിങ്ങൾ മിഡിൽ വരച്ചിട്ട് മിഡിലിൻ്റെ നേരെ നമ്മളിങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ ദാണ്ട് 3 9 കണ്ടാ വന്നേക്കുന്നത്. 3 9. അടുത്തതേന്ന് നോക്കി നേരെ വരച്ച എന്ത് കിട്ടി? 6 12. നിങ്ങളും അങ്ങനെ തന്നെ വേണം വരയ്ക്കാൻ. എന്നുവെച്ചാൽ ഇങ്ങനെ നോക്കുമ്പോൾ 6 12, ഇങ്ങനെ നോക്കുമ്പോൾ 3 9. അല്ലാതെ ചുമ്മാ ഇങ്ങനെ വരയ്ക്കരുത്. അത് കൃത്യമായിട്ട് നിങ്ങൾ വരയ്ക്കുക. ഇപ്പം പിന്നെ സ്ക്വയർ ആണെങ്കിൽ ഈ രീതിയിൽ തന്നെ വരയ്ക്കുക. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് കറക്റ്റായിരിക്കണം, ഇതും എന്തായിരിക്കണം? കറക്റ്റായിരിക്കണം. 3 9 ഈ പോയിൻറ്റിന് നേരെയായിരിക്കണം, ഇതിന് നേരെയായിരിക്കണം. അതേപോലെ 3 9 നേരെയായിരിക്കണം, 12 6 എന്തായിരിക്കണം? നേരെയായിരിക്കണം. എന്നിട്ട് നിങ്ങൾ 7 o'clock 3 o'clock 10 o'clock 6 o'clock 8 o'clock 2 o'clock. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് മനസ്സിലായി കാണല്ലോ. All the children are advised to watch this video once again and write the answers to all the questions in your notebooks. Bye.